ഹലോ, ഇന്നൊരു അടിപൊളി ടേസ്റ്റിലുള്ള മസാല ചായയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചായയൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു മസാല ചായയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ തണുപ്പ് സമയത്തൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് ചൂടായിട്ട് വരണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഗ്ലാസ്സിലേക്കുള്ള ചായയുടെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ഇനി വെള്ളം ഇപ്പോൾ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇതുപോലെ ചേർക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് ഒരു ഏലക്കയാണ്. അപ്പോൾ ഏലക്ക ഞാനിപ്പോൾ ഇവിടെ 1 എടുത്തിട്ടുള്ളത്, വലിയ ഏലക്ക ആയതുകൊണ്ടാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ 2 വരെ എടുക്കാം. അപ്പോൾ ഏലക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പുമാണ്. അപ്പോൾ പട്ടയും ഗ്രാമ്പും ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടി ചായയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒരു നേരിയൊരു ടേസ്റ്റ് ഇതിൻ്റെ കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഒരു മീഡിയം കടുപ്പത്തിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ചായപ്പൊടി ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് കടുപ്പം കൂടുതൽ വേണ്ടി വരും, അതല്ലെങ്കിൽ കുറവ് വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയുടെ അളവ് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കൂട്ടിയോ അതല്ലെങ്കിൽ കുറച്ചോ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് പാലാണ്. അപ്പോൾ പാൽ എപ്പോഴും എടുക്കുമ്പോൾ എത്രയാണോ വെള്ളം എടുത്തത് അതേ ക്വാണ്ടിറ്റി തന്നെ പാലും എടുക്കുക. അപ്പോൾ പാലും വെള്ളമൊക്കെ ഈക്വൽ മെഷർമെൻറ്റിൽ എടുക്കുമ്പോഴാണ് ചായക്ക് നല്ല കട്ടിയും അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാകുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ അതിന് പകരമായിട്ട് പാൽപ്പൊടി എടുക്കാം. അപ്പോൾ പാൽപ്പൊടി എടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പാൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ തോന്നും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ചായ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു മീഡിയം കടുപ്പത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കണം, അതല്ലെങ്കിൽ ചായ അതിലിരുന്നിട്ട് വീണ്ടും കടുപ്പം കൂടിപ്പോകും. ഈ പെട്ടെന്ന് സ്ട്രെയിൻ ചെയ്താലേ നമുക്ക് വിചാരിച്ച ആ കടുപ്പത്തിൽ ചായ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇഷ്ടമുള്ള സ്നാക്സിൻ്റെ കൂടെ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു ചായയുടെ റെസിപ്പിയാണിത്. ഇപ്പോൾ നല്ല തണുപ്പാണ്, മഴയൊക്കെ പെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചായയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചായയുടെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്